ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതുണ്ടല്ലോ, അതേണ്ട നമ്മുടെ വെള്ളപ്പൊക്കം എല്ലാം കോഴഞ്ചേരി പത്തനംതിട്ട കോഴഞ്ചേരി ഒരുപാട് ബാധിച്ചിട്ടുള്ളതായിരുന്നു ഈ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം കേട്ടോ. അപ്പം നമ്മുടെ ഒരു ചേട്ടൻ്റെ കേറ്ററിങ് നടത്തുന്ന കിച്ചണാണിത് കേട്ടോ. ആ കിച്ചണിലും വെള്ളമെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. അതേണ്ട ഇപ്പം ഈ വള്ളസദ്യയുടെയൊക്കെ ഭാഗമായിട്ട് കുറേ സാധനങ്ങളും വിറകുകളും ഒക്കെ ഇറക്കിയിട്ടിരുന്നായിരുന്നു കേട്ടോ. ഒരു ലോഡ് വിറകോളം ആളുടെ ഒലിച്ചു പോയി. ഇപ്പം 2 ലക്ഷം രൂപയോളം മുടക്കി വിറകൊക്കെ ഇറക്കിയിട്ടതായിരുന്നു ചേട്ടന്. പിന്നെ സദ്യയ്ക്കുള്ള പൊടി ഐറ്റംസും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. അതുപോണക്ക് തന്നെ മിക്സി, ഗ്രൈൻഡർ, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് ചേട്ടനുണ്ടായിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ആ കിച്ചണിൻ്റെ ആ ഭാഗത്ത് ഇപ്പോഴും ഉണ്ടായ എത്രയും ലെവലിൽ നിന്ന് വെള്ളം നിന്നതെന്നുള്ള അത്രയും വെള്ളം കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോഡിലും ഫുള്ള് ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും വെള്ളം വേണ്ട അവിടെ എല്ലാം കെട്ടിക്കിടക്കുവാണ്. അപ്പം കിച്ചണിൻ്റെ അകത്തുനിന്ന് വെള്ളമെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പം വള്ളസദ്യയൊക്കെ നടക്കുന്നത് കാരണം അത് എല്ലാം ക്ലീൻ ചെയ്ത് ഇറക്കി അടുക്കള പഴയ രീതി കിച്ചണാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വൃത്തിയാക്കുക കേട്ടോ. അതാണ്ട് കണ്ടോ, ഒരാൾ പൊക്കത്തോളം ഉണ്ടായിരുന്നു അവിടെ വെള്ളം കണ്ടോ. അതിൻ്റെ ആ ഒരു ലെവല് ആ ഭിത്തിയെ കാണാൻ പറ്റും നമുക്കിപ്പോഴും കേട്ടോ. ഒരാളിൻ്റെ പൊക്കത്തിൽ അത്രയും മുങ്ങിയായിരുന്നു ഈ കിച്ചണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ട വിറകെല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കും. ഇനി നമുക്ക് അകത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അകത്ത് ഇപ്പം എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പം ഗ്യാസ് കുറ്റിയും കാര്യങ്ങളും എല്ലാം പിന്നെ വെള്ളം കയറി മുങ്ങിപ്പോയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കാമേ. അപ്പോൾ ആൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിരുന്നതായിരുന്നു. ഈ പരിപാടിക്കും വർക്കിനുമൊക്കെ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഫുള്ള് പോയി. കാരണം നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ വെള്ളം കയറും. രാത്രി കൊണ്ട് സംഭവിച്ചതായിരുന്നല്ലോ ഈ ഒരു വെള്ളത്തിൻ്റെ വരവ്. അത് കാരണം ഒരു പ്രതീക്ഷയില്ലായിരുന്നു വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറുന്ന പ്രദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തിടത്ത് പോലും ഇപ്രാവശ്യം വെള്ളം കയറി ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കിച്ചണെല്ലാം വൃത്തിയാക്കി പഴയ രീതിയിലെല്ലാം ചെയ്യുവാണ് കേട്ടോ. കാരണം ഇനിയും അവർക്ക് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്നെല്ലാം ക്ലീനാക്കി എടുക്കണം. അപ്പം എല്ലാവരും കൂടി കിച്ചണെല്ലാം വൃത്തിയാക്കുവാണ് കേട്ടോ. കാരണം ആൾക്ക് ഇനിയും എത്ര രൂപയുടെ നാശനഷ്ടങ്ങളാണ്. ഇനി അതെല്ലാം മുടക്കി ഇനിയും കാശ് മുടക്കി അതെല്ലാം നേരെയാക്കി വരണം. അപ്പോൾ ഇനി പഴയ പോണക്ക് തന്നെ നമ്മുടെ സദ്യയെല്ലാം പിന്നെ ചെയ്യാനുണ്ട്. ബുക്കിംഗ് സദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി പഴയ രീതിയിൽ ആക്കിയെടുക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ബൈ.